വണ്ടിപ്പെരിയാർ വഞ്ചുവയൽ ആദിവാസി നഗറിലെ അടിസ്ഥാന സൗകര്യക്കുറവ് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കമ്മീഷന്റെ ഉത്തരവ്. ഇതനുസരിച്ച് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മധുമോഹൻ വഞ്ചുവയലിലെത്തി അന്വേഷണം നടത്തി ഏറ്റവും അടുത്ത ദിവസം തന്നെ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കും. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ആദിവാസി ജനങ്ങൾ അധിവസിച്ചു വരുന്ന വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വഞ്ചുവയൽ നഗറിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വഞ്ചുവയൽ ഊരുമൂപ്പന്റെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയിലാണ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉത്തരവ് വന്നിരിക്കുന്നത്. റോഡ്, വെള്ളം, ശൗചാലയം കൂടാതെ വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്ന് കാണിച്ചും ഇത് പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക് നിർദ്ദേശം നൽകണമെന്നുമായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മധുമോഹൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ, പീരുമേട് MLA പേഴ്സണൽ അസിസ്റ്റന്റ് M ഗണേശൻ, സാക്ഷരതാ പ്രേരക് PK ഗോപിനാഥൻ എന്നിവരും വള്ളക്കടവ് റേഞ്ച് ഓഫീസർ അരുൺകുമാർ, മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്നാണ് ഊരിലെത്തി അന്വേഷണം നടത്തിയത്. വഞ്ചുവയൽ അംഗൻവാടിയിൽ വെച്ച് നടത്തിയ അന്വേഷണ യോഗത്തിൽ ഊരുമൂപ്പൻ, അജയൻ, അംഗൻവാടി പ്രവർത്തകർ എന്നിവർ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുകളും ഇതിനാവശ്യമായ നിർദ്ദേശങ്ങളും സെക്രട്ടറിക്ക് മുൻപിൽ അവതരിപ്പിച്ചു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അടിസ്ഥാന സൗകര്യം. അതെങ്ങനെയൊന്നും നടത്തി തന്നാൽ മതി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയാലും ഞാനിത് ഒരുപാട് കേട്ടതുകൊണ്ട് പറയുന്നത്, പഴിചാരുന്ന ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ പോർഷനെ പറയും, അല്ലെങ്കിൽ പഞ്ചായത്തിനെ പറയും. അതല്ല, ഇവിടെ ആവശ്യം അടിസ്ഥാന സൗകര്യം. ഈ കഴിഞ്ഞ കൊറോണ കുത്തിവയ്പ്പ് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഈ അറ്റാക്കുകൾ ഏറ്റവും കൂടുതൽ ഈ മേഖലകളിൽ ഉണ്ടായി തുടങ്ങി. അത് അതിൻ്റെ ആണെന്നൊന്നും തീർത്ത് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞാണ് കുഞ്ഞു പിള്ളേർക്ക് പോലും 30 വയസ്സിന് അടുത്തുള്ള പിള്ളേർക്ക് പോലും ഇവിടെ അറ്റാക്ക് തുടങ്ങിയത്. ഇവിടെ അന്ന് കഴിഞ്ഞ 9 മാസം ഒരാൾക്കൊരു അറ്റാക്ക് വന്നിട്ട് കെട്ടിയെടുത്തുകൊണ്ട് വന്ന് ഇവിടെ താഴെ എത്തിക്കാൻ പറ്റിയ. ഇതേസമയം പീരുമേട് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും വഞ്ചുവയലിലേക്കുള്ള റോഡ് നിർമ്മാണത്തിനായി 3 കോടി രൂപ 4 കിലോമീറ്റർ നിർമ്മിക്കുന്നതിന് അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ വൈദ്യുതി ഇല്ലാത്ത വീടുകൾ, ശൗചാലയമില്ലാത്ത വീടുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി പരിഹരിക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് കൂടി അന്വേഷണം പൂർത്തിയാക്കി ഏറ്റവും അടുത്ത ദിവസം തന്നെ മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മധുമോഹൻ പറഞ്ഞു. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒരു സിറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പുറപ്പെടുവിച്ച ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വഞ്ചുവയൽ കോളനി റേഞ്ച് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, MLAയുടെ പ്രതിനിധി, പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിവർ ചേർന്ന് സന്ദർശിച്ചിട്ടുള്ളത്. ഊരുമൂപ്പൻ്റെ കൂടെയുള്ളവരുടെയും അഭിപ്രായം രേഖപ്പെടുത്തിയതിനു ശേഷം കമ്മീഷണർ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ ഇവിടെ ഇങ്ങനൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചത്. ഇവർക്ക് പറയാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവങ്ങൾ ഉള്ള എല്ലാവരെ നമുക്ക് അറിയിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഞ്ചായത്തിൻ്റെ ലെവലിലും ഫോറസ്റ്റിൻ്റെ ലെവലിലും പരിഹരിക്കാൻ കഴിയുന്നതും MLA ലെവലിൽ പരിഹരിക്കാൻ കഴിയുന്നതും ഇപ്പോൾ അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉടനെ തന്നെ ചെയ്യുന്നതാണ്. വികസന പ്രവർത്തനത്തിന് ആവശ്യമായ ഭൂമി വിട്ടു നൽകൽ, മറ്റ് അനുമതികൾ നൽകുന്നത് വനംവകുപ്പാണ്. വനംവകുപ്പിന്റെ നടപടിക്രമത്തിലെ കാലതാമസം തന്നെയാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വികസനം എത്താനും കാലതാമസം ഉണ്ടാകുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.